സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലെ നിങ്ങൾ ഓരോരുത്തരെയും പോലെ തന്നെ ഞാനും ഈ പടം കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ആസ് എ ഫാൻ ഗേൾ. അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, സർ, ഐ ഡോണ്ട് നോ ഇഫ് യു റിമെമ്പർ 2015 യു കെയിം ടു കൊച്ചിൻ ലുലു മോൾ ഫോർ ആൻ ഈവൻറ്റ്. അപ്പോൾ അന്ന് ഞാൻ ഐ തിങ്ക് ഐ വാസ് ഇൻ 8th സ്റ്റാൻഡേർഡ് ആൻഡ് മൈ ബ്രദർ വാസ് ലൈക്ക് 11th മേ ബി. അപ്പോൾ ചേട്ടനും ചേട്ടൻ്റെ ഫ്രണ്ട്സുമായിട്ട് ലുലു മോളിലേക്ക് പോയി. എനിക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാണണമെന്ന്. പക്ഷേ ഒബ്വിയസ്ലി പേരൻസ് വിട്ടില്ല. കാരണം ഞാൻ കുറച്ചൊക്കെ ബസ്സിലൊക്കെ കയറി പോകണം. അന്ന് കോട്ടയത്ത് നിന്ന് കൊച്ചിയിലേക്ക് വരിക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ ബസ്സിൽ കയറി വരിക എന്ന് പറഞ്ഞാൽ ടാസ്ക് ആയതുകൊണ്ട് വിട്ടില്ല. അപ്പോൾ ചേട്ടൻ പോയി കണ്ടു, പിക്ചർ എടുത്തു, തിരിച്ചു വന്നു. എന്നെ കാണിച്ചപ്പോൾ തന്നെ ഐ ഫെൽറ്റ് വെരി ബാഡ്. പക്ഷെ ഇന്ന് ട്രിവാൻഡ്രം ലുലു മോളിൽ സാറിൻ്റെ കൂടെ സാറിൻ്റെ പടത്തിൽ അഭിനയിച്ച് ഇവിടെ നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ വലിയ ഭാഗ്യമാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും പോലെ തന്നെ ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. ലൈക്ക് ആസ് ഐ ടോൾഡ് യു ഏർലിയർ, ലൈക്ക് ഒരു ഫാൻ ഗേൾ ആയിട്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക നിറഞ്ഞ മനസ്സോടെ ഈ പടം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇമോഷൻസ് ഇതിൽ മമിതയിൽ നമ്മൾ കാണുന്നുണ്ട്. മാഡി ഒരുപാട് ഇമോഷൻസ് ഉള്ളൊരു ലേഡിയാണ്. മാഡിയെ പറ്റി മമിത എന്ത് പറയും? മാഡിയെ പറ്റി നിങ്ങൾ ട്രെയിലറിൽ കണ്ടൊരു വൈബുണ്ടല്ലോ, ഭയങ്കര ഒരു എക്സാഗറേറ്റഡ് അല്ലെങ്കിൽ എന്താ പറയുക ഫൺ, ഔട്ട് ഗോയിങ്, ഭയങ്കര ഫ്രീ സ്പിരിറ്റഡ് ആയിട്ടുള്ള ഒരു ഗേളാണ്. ഞാൻ അങ്ങനെയല്ല, പക്ഷെ മാഡി അങ്ങനെയാണ്. ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് ഇറ്റ്. മലയാളത്തിൽ ഇപ്പൊ പ്രേമം കഴിഞ്ഞ പിന്നെ ഇവിടുന്ന് ഒരു ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ കണ്ണുനിറ കാണാൻ കിട്ടിയിട്ടില്ല. കണ്ണുനിറ കാണാൻ കിട്ടുന്നുണ്ട്. വേറെ ഭാഷകളിൽ 21st വരും. യൂണിറ്റുമായിട്ടുള്ള ഓക്കെ. അപ്പോൾ ഈ നേരത്തെ സ്വപ്നം കണ്ടിരുന്ന എല്ലാ ബിഗ് ബിഗ് നെയിംസുമായിട്ട് അഭിനയിക്കുന്നുണ്ട്. ബാക്കി അതർ ലാംഗ്വേജിലെല്ലാം ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് ഉണ്ട്. പ്രധാനമായിട്ടും ഇവിടുന്ന് അവിടെ ഉണ്ടായിരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? വ്യത്യാസങ്ങളൊന്നുമില്ല ആക്ച്വലി. എനിക്ക് ഈ പറഞ്ഞ പോലെ വർക്കിംഗ് സ്റ്റൈലിൽ കുറച്ച് വ്യത്യാസം, ഫുഡിൽ കുറച്ച് വ്യത്യാസം എന്നുള്ളതല്ലാതെ ഇറ്റ്സ് ക്വൈറ്റ് ദ സെയിം. ലൈക്ക് എല്ലാ സെറ്റും നമുക്ക് പുതിയ പുതിയ ഒരു അനുഭവങ്ങളും ഓരോ പുതിയ സെറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഡിഫറെൻറ്റ് വർക്ക് എത്തിക്സ് ആയിരിക്കും, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൂവീസ് ആയിരിക്കും. സോ ഇറ്റ്സ് ഡിഫറെൻറ്റ്. അതുപോലെ തന്നെയാണ്. പക്ഷേ ആൻഡ് ഐ ഹാവ് ടു സേ ദിസ്, തമിഴ് ഓഡിയൻസ് ആയിക്കോട്ടെ, തമിഴിൽ ലൈക്ക് ഓൾ ദ ക്രൂ മെമ്പേഴ്സ് ഹു ഹാവ് എവർ വർക്ക് വിത്ത്, അവരെല്ലാവരും ഭയങ്കര ഭയങ്കര സ്നേഹത്തോടെയാണ് നമ്മളെ കരുതുന്നത്. ഒരു കുട്ടി എന്താ പറയുക, നമ്മളെ ഒരു ഫാമിലിയുടെ ഒരു കുട്ടിയെ പോലെയാണ് അവർ കരുതുന്നത്. സോ ഐ വാസ് സോ ഗ്ലാഡ് ദാറ്റ് ഐ കുഡ് ബി എ പാർട്ട് ഓഫ് ദിസ് ഫിലിം ആൻഡ് ഓൾ ദ ഫിലിംസ്. അതേപോലെ നിമിഷ് രവിയാണ് നമ്മുടെ ക്യാമറ ചെയ്യുന്നത്. ആൻഡ് ഹി ഹാസ് ഡൺ എ വെരി ഗുഡ് ജോബ്. ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ ഫ്രെയിംസും എത്ര ബ്യൂട്ടിഫുൾ ആണ്. നമ്മളെ ആക്ടേഴ്സിനെ എല്ലാവരും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ചേട്ടൻ ഇവിടെ വരാൻ പറ്റിയില്ല, ചേട്ടൻ്റെ നാടാണിത്. പക്ഷെ ഞാൻ ഇതിന് തൊട്ട് മുന്നേ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ വരാൻ പറ്റില്ല, വേറൊരു ഷൂട്ടിലായി പോയി. ആൻഡ് ബംഗ്ലാൻ ചേട്ടൻ ആണ് നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ. സോ കുറേ മലയാളികളുണ്ട്. നിമിഷേട്ടൻ്റെ ടീം തന്നെ ഫുൾ മലയാളികളാണ്. സോ എനിക്ക് അവിടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര രസമായിട്ടാണ് ഞാൻ അവിടെ വർക്ക് ചെയ്തത്. അപ്പോൾ അതിൻ്റെ എല്ലാം നിങ്ങൾക്ക് സിനിമയിലും കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.